കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാരാമൺ ഭദ്രാസന മാസയോഗം ഇന്നേ ദിവസം കരുവാറ്റ സെന്റ് ലൂക്കോസ് ദേവാലയത്തിൽ വെച്ച് മാരാമൺ ഭദ്രാസന എപ്പിസ്കോപ്പ റവറൻ തോമസ് നെടുമല പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനും ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളിനെ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളുടെ ഭദ്രാസനത്തിൻ്റെ മാസികത്തോടുള്ള ബന്ധത്തിലെ വിവിധ ഇടങ്ങളിലെ വിവിധ സാഹചര്യങ്ങളായ നടിയങ്ങൾക്ക് കർത്താവേ, ദേവാലയത്തിനുള്ളിലായിരിക്കാൻ നീയോട് ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെപ്പോലെ അനേകായിരങ്ങൾ കർത്താവെ കഴിഞ്ഞ രാത്രി കണ്ടവര് ഈ നല്ല പ്രഭാതം കണ്ട് ഉണർന്ന് കർത്താവിൻ്റെ സ്ഥലത്തേക്ക് അടുത്തു വരുവാൻ കഴിയാതെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ അനേകർ കർത്താവെ അങ്ങ് ചെയ്ത നന്മകളെ ഓർക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗത്താലും പ്രയാസങ്ങളാലും ഭാരപ്പെട്ട ആയുസ്സിലും ഭവനെങ്കിലും അങ്ങിങ്ങായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ബലത്തോടെ ആരോഗ്യത്തോട് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങ് ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രയാഗം അർപ്പിക്കുവാനും നീ അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകൾക്കായി, കുടുംബങ്ങൾക്കായി, വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്. ബലപ്പെടുത്തണമേ. വിവിധമായ ആവശ്യങ്ങളുടെ നടുവിൽ കടന്നു വന്നവരുണ്ട്, പ്രയാസങ്ങളുടെ നടുവിൽ കടന്നു വന്നവരുണ്ട്, രോഗദുഃഖത്താൽ കടന്നു വന്നവരുണ്ടെന്ന്. എന്തായിരുന്നാലും അവയെല്ലാം മാറ്റി ഹല്ലേലൂയ ബലപ്പെടുത്തുവാൻ ശക്തനായ ദൈവം അങ്ങയുടെ ഉള്ളങ്കരങ്ങളിൽ ഓരോരുത്തരെയും വഹിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരെയും വൈദികരെയും ദൈവസ്ഥലം ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് കർത്താവ് എളിയ സെക്രട്ടറി സമർപ്പിക്കുകയാണ്. നീ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ചുള്ളുമാറാകണമേ. അങ്ങേ അവിടുന്ന് അധ്യക്ഷനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും ഭരിക്കണം കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ പ്രതികൂലത്തെയും എല്ലാ തടസ്സങ്ങളെയും മാറ്റി കർത്താവെ പൂർണ്ണ സമർപ്പണത്തോട് അങ്ങേ സ്തുതിക്കുവാനും ആരാധിപ്പാനും അടിയങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിലോടെ നിറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് കേൾക്കുമാറാകണമേ. ഇപ്പോൾ 34-ാം സങ്കീർത്തനം ഇവാഞ്ചലിസ്റ്റ് സി ജോസഫ് വായിക്കും. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതിനായി ഇവാഞ്ചലിസ്റ്റ് ജോയി മോൻ സാറിനെ ക്ഷണിക്കുന്നു. ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ച് അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹമാകുന്ന ഒരു മാസയോഗത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ സ്വർഗത്തിൽ അപ്പം നമ്മളെല്ലാവരെയും ഇന്ന് വിളിച്ച് വേർതിരിച്ചതിന് നന്ദിയോടുകൂടി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വിവിധ സഭകളിൽ നിന്നും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ കൂട്ടിവരുത്തുവാൻ സ്വർഗത്തിലെ തമ്പുരാനോടുന്ന് അവരെ വഴി നടത്തുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരുവാറ്റ സഭയെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ കടന്നു വന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുവാനുണ്ട്. ഇങ്ങനെ ഒരു മാസയോഗം ക്രമീകരിക്കുമ്പോൾ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയാണ് അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത്. വിലയേറിയ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ദേവാലയം പണി പൂർത്തീകരിച്ച് വീണ്ടും ഇങ്ങനെ ഒരു പന്തലിന്റെ കീഴിലിരുന്ന് ഒരു കൂദാശയോടുകൂടി ദൈവത്തെ മാറ്റപ്പെടുത്തുന്ന ഒരു അനുഗ്രഹമായ ഒരു പദവി
ഈ ദേവാലയത്തിന് ലഭിക്കാൻ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിന്റെ കൃപ പ്രാപിപ്പാനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണി മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസങ്ങൾക്കെല്ലാം തമ്പുരാനുള്ള നീക്കുപോക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠ പുരോഹിതന്മാരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വിവിധ സഭകളിൽ അവരുടെ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വിവിധമായുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയെ നിയന്ത്രിപ്പാൻ തപ്പണ സ്വർഗത്തിലെ തമ്പുരാൻ അവർക്ക് ജ്ഞാനം വിവേക അറിവും ധാരാളമായി പകർന്നുകൊണ്ട് ഈ നിലനിൽപ്പിനെ മുമ്പോട്ട് നയിപ്പാൻ തപ്പണ കൃപകളെ പ്രാപിപ്പാനായിട്ട് പ്രിയപ്പെട്ട പുരോഹിതന്മാരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ദേവാലയത്തിന്റെ വിവിധമായ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന സഭാപ്രവർത്തകരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മീയമായും ഭൗതികമായും വളരെ അനുഗ്രഹം പ്രാപിച്ച് സഭയെ ദൈവികമായ അടിസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ തപ്പുള്ള കൃപകളെ പകരുവാൻ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിലുപരി നമ്മുടെ സഭാജനങ്ങളെല്ലാം ചേർത്ത് പ്രാർത്ഥിക്കാം. വിവിധമായ രോഗത്താലും ഭാരത്താലും ആശുപത്രിയിലും ഭവനങ്ങളൊക്കെയുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ശരീരമായിട്ടുള്ള ബുദ്ധിമുട്ട് സഹിക്കുന്ന പ്രിയപ്പെട്ട വാർദ്ധക്യമായ സഹജത്താൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. യൗവനക്കാരായ മക്കളുണ്ട്. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് തുടർന്നുള്ള ജോലിക്കായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. തുടർന്നുള്ള വിദ്യാഭ്യാസമായി മുമ്പോട്ട് പോകണ പ്രിയപ്പെട്ട മക്കളുണ്ട്. നമ്മുടെ സഭകളിൽ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കവും പ്രയാസവും അനുഭവിക്കുന്ന ഭവനങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. ഈ പന്തലിന്റെ കീഴിൽ ഇന്ന് കടന്നു വന്ന് ദൈവവചനം കേട്ട് ബലപ്പെട്ട് മടങ്ങിപ്പോവാൻ തക്കണം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളേക്ക് സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് ഊട്ടി സാറ്, ജോയി സാറ്, ജോസഫ് സാറും ചേർന്ന് പ്രാർത്ഥിച്ചു. പി ടി ജോൺ സാറും ചേർന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, നല്ലതും വിലയേറിയമായ ദിവസത്തിന്റെ 10 മണി കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ മക്കളാകുന്ന അടികൾക്ക് ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ മാസയോഗത്തോടനുബന്ധിച്ച് ഈ കരുവാറ്റയുടെ പ്രദേശത്ത് വന്ന് അങ്ങനെ ഒരു മോദപ്പെടുത്തുവാൻ നീ അടികളെയൊക്കെയും ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം നിർത്താവി. അനേകർക്ക് ഇങ്ങനൊരു അവസരം ലഭിക്കാതെ ഭാരപ്പെടുമ്പോൾ നിന്റെ മക്കളാകുന്ന അടികൾക്ക് ഇങ്ങനെ മനോഹരമായ ഒരു പന്തലിന്റെ കീഴിലായിരിക്കാനും അങ്ങനെ സ്തുതിപ്പാനും ബലവനായ ദൈവം ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം നിർത്താവി. ഈ മാസയോഗം അനുഗ്രഹമായി തീരേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാസയോഗം വന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീർന്നെന്ന് പറയുവാന് യോഗ്യരായിരിക്കുന്ന വിടുതൽ നൽകുവാൻ സഹായിച്ച വലിയ കൃപയ്ക്കായി നിങ്ങളുടെ സ്തോത്രം നിർത്താവി. നേതൃത്വം കൊടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥികർത്താവി. നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. സഭയെ പരിപാൽ കഴിയും പ്രാപ്തിക്കുകയും കൊടുക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതിനായി കടന്നു നിൽക്കുന്ന പ്രിയ സഭാ പ്രവർത്തകരെ ശുശ്രൂഷന്മാരെ ഓർത്ത് പ്രാർത്ഥികർത്താവി. സഭയോടുള്ള ബന്ധത്തിൽ അങ്ങയുടെ സഭയുടെ ജനങ്ങളുമായി കടന്നു വരുവാനും ഒരു മനോഹരമായ ഒരു ആത്മീയ സന്തോഷം അനുഭവിക്കാനും കരുവാറ്റ പ്രദേശത്ത് വന്ന് ഞങ്ങളുടെ അവരുടെ ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിന്റെ മക്കളെയൊക്കെയും ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം നിർത്താവി. തുറന്നു അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളോടും മാസയോഗത്തിനും കൂടെ ഇരിക്കുമാറാണ് പ്രാർത്ഥികർത്താവി. ഈ മാസയോഗത്തിലെ ഇന്ന് ഭജനാശംസ ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നതാവി. നിന്റെ മകനോട് കൂടെ ഇരിക്കുകയും നല്ല ആത്മീയമായ ഒരു പ്രസംഗം ഞങ്ങൾ കേൾക്കുവാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുവാനും ഉള്ള ആത്മീയമായ ശക്തിയും പകർന്നു വരുന്ന ദാനം ചെയ്തതിന്റെ മകനെ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിൽ നിറയ്ക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നതാവി. കടന്നു വന്നിരിക്കുന്ന എന്റെ മക്കളെ പേരുവരായി അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളോടൊക്കെയും കൂടെ ഇരിക്കാൻ സഹായിക്കുകയും നന്മയോട് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് പ്രാർത്ഥികർത്താവി. എല്ലാം നമ്മളാൽ നിറയ്ക്കുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഘട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, വീണ്ടും ദൈവമേ ഈ 11 മണിയോടടുത്തിരിക്കുന്ന ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. പല ദൈവാലയത്തിൽ നിന്നും കർത്താവെ കടന്നു വന്ന മാരമൺ ഭദ്രാസന സഭയിലെ വിശ്വാസികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം ചെയ്യുന്ന കർത്താവിന്റെ വലിയ അഭിഷക്തന്മാരെ ഓർക്കുന്നു, ദൈവദാസന്മാരെ ഓർക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിന് സൗരഭ്യമുള്ള വാസനയാക്കി ദൈവം നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായ ഒരു വിടുതലിന്റെ പകൽക്കാലമാക്കി ദൈവം നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വലിയ അഭിഷക്തനെ ഓർക്കുന്ന കർത്താവേ, വചനം അതിന്റെ ഫ്രീക്വൻസിയിൽ കടന്നു പോകണം, ഒരു തടസ്സങ്ങളും ഉണ്ടാകാനിടയാകരുത്. വനത്തിൽ കൂടുതൽ അത്ഭുത വിടുതൽ ദൈവം നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുത സൗഖ്യം, കഷ്ടതയുടെ നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ സമാധാനം കൊടുക്കണം കർത്താവേ.
ഇന്ന് കർത്താവെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാളുകൾക്ക് ശേഷം കർത്താവെ ഈ ദേവാലയത്തിന്റെ പണിയോട് അനുബന്ധിച്ച് കർത്താവെ അനേക വർഷങ്ങളായിട്ട് മാസ്യകമൊന്നും നടത്താതെ ഇരുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കർത്താവെ ഇന്നത്തെ അനുഗ്രഹങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും കടന്നു വന്ന നിന്റെ മക്കൾക്ക് ഒരു അനുഗ്രഹമാക്കുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോബ് പറഞ്ഞതുപോലെ തന്നെ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് സ്വർഗത്തിലെ ദൈവം യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, കടന്നു വന്ന മക്കളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ദൈവാലയത്തിന് കടന്നു വന്ന ദൈവാലയത്തിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാചകനായ ശമൂവേൽ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ ദൈവത്തോട് പാപം ചെയ്യുന്നു എന്നാണ്. അതായത് ഇന്നത്തെ ശുശ്രൂഷകള് ദൈവത്തിന് സൗരഭ്യമുള്ള വാസനയാക്കി ദൈവം നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രകൃതിത്തോളം അനുഗ്രഹമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നതാവേ. തുടർന്നുള്ള ശുശ്രൂഷയുടെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, കടന്നു വന്നവരെ എല്ലാം അനുഗ്രഹിച്ചാട്ടെ, യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ തുണയാരോളോ വൻകീരിയിൽ ചതമോടാം. ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ അമേ തുണയാരോളോ വൻകീരിയിൽ വാനം. ആമേൻ. യഹോവ വാരം ഭൂമി അഖിലം വാഴോ അവനെ ഇസ്രായേലിൻ കാവൽക്കാര് നിദ്രാഭാരം തൂങ്ങും. ആമേൻ. 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 കരുണാസമ്പന്നം നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ പാതവഴുത്തിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷത്തോടെ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരു അവസരം കൂടി നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, സഭയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നീ അനുവദിച്ചെന്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഒരു മാസയോഗം ഞങ്ങൾ ഇവിടെ കൂടുമ്പോൾ അത് ഈ സഭയ്ക്ക് ഒരു ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടെ സഹായിക്കുമാറാകണമേ. കർത്താവേ, നീ ഞങ്ങൾ ഒരു മാസയോഗം കൂടുന്നത് ഹല്ലേലൂയ ആമേൻ പുതിയ ദേവാലയത്തിൽ വെച്ച് നടക്കത്തക്കവണ്ണം കർത്താവേ സഭ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യതകൾ എന്റെ കർത്താവ് ആമേ അവിടുന്ന് അംഗീകരിച്ചു തരുമാറാകണമേ. ഇന്ന് പകൽക്കാല യാത്രയിലായിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം, കടന്നു വന്ന ദൈവമക്കൾക്കായി സ്തോത്രം, ദേവദാസന്മാർക്കായി സ്തോത്രം, ആമേ സഭാപ്രവർത്തകർക്കായി സ്തോത്രം, വിശ്വാസികൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കുമാറാകണമേ. ഏറെ സന്തോഷത്തോട് മടങ്ങി പോകത്തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്ന സമയം സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണവും കാവലും ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമാറാകണമേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്യുമല്ലോ. ഇതിന്റെ അവസാനം വരെയും ഈ യോഗത്തിന്റെ അവസാനം വരെയും അങ്ങനെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ശക്തി പോരാ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ചതിന് ശേഷം വചനത്തിനായി നമുക്ക് ഒരുങ്ങാം. എല്ലാവർക്കും കരങ്ങളടിച്ച് ചേർന്ന് ആശ്വാസദായകനേ വരുന്നു ആദരവാൽ തിരുസവിധേ ആശ്വാസദായകനേ ജീവിത
ക്ലേശങ്ങളാൽ വന്മേടുകൾ കാണുമ്പോൾ അവൻ ഹല്ലേലൂയ വന്മേടുകൾ കാണുമ്പോൾ തെല്ലും തളരാതെ ധൈര്യമായി ശ്രുതി പകർന്നിടണേ. തെല്ലും തളരാതെ ധൈര്യമായി നേരിടാൻ പുതുശക്തി പകർന്നിടണേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഏഴകളിൽ സഭയിൽ വന്നിടണേ ദയവായി ഏഴകളിൽ ജീവിത ക്ലേശങ്ങളാൽ വന്മേടുകൾ കാണുമ്പോൾ ജീവിത ക്ലേശങ്ങളാൽ വന്മേടുകൾ കാണുമ്പോൾ എല്ലും തളരാതെ ധൈര്യമായി നേരിടാൻ പുതുശക്തി പകർന്നിടണേ. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായി ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് തോമസ് സാറിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരമൺ ഭദ്രാസന മാസയോഗത്തോട് അനുബന്ധിച്ച് വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് ജോലി ചെയ്യുന്ന കർത്താവിന്റെ വലിയ ദാസന്മാർ, വിവിധ സഭകളിൽ നിന്നും കടന്നു വന്ന ദൈവവിശ്വാസികൾ, കരുവാറ്റ സഭ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹത്തിന്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. എന്നെ ശുശ്രൂഷയിലേക്ക് പ്രതിഷ്ഠിച്ച് കരം പിടിച്ചുയർത്തിയ അഭിമന്യ തുണ്ടുകുളം പിതാവിന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ കർത്താവിന്റെ സാക്ഷിയായി കർത്താവിന്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ വലിയവനായി ദൈവം എനിക്കും അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, 2 or 3 പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ നിഴുന്നുള്ളാമെന്ന് വാക്ക് പറഞ്ഞവനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലാണെന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളുടെ ദൈവം സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. അനുഗ്രഹീതമാകുന്ന ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കണമെങ്കിൽ, ഇന്ന് പകൽക്കാലം നടക്കുന്ന ശുശ്രൂഷയിലുടനീളം കർത്താവിന്റെ മാറ്റമില്ലാത്ത കൃപ വ്യാപരിക്കണമെങ്കിൽ അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും ഇവിടെ ആക്കി തീർത്തിരിക്കുന്നത് നമുക്കറിയാം. ഒരു മനോഹരമായ പന്തൽ, അനേക പണം ചിലവഴിച്ച് ഇവിടെ ഒരു മാസയോഗം നടത്തപ്പെടുകയാണ്. ഈ മാസയോഗത്തിന് കടന്നു വരുന്ന നാം ഓരോരുത്തരും ജോലിക്ക് കടന്നു പോകാതെ കയ്യിൽ നിന്ന് പണം മുടക്കി ദൈവ ആലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ടുള്ളവരാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു സാധാരണ ദിവസം പോലെ പാഴായി പോകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒരു ആരാധന വെളിപ്പെടേണ്ടത് അത്യാവശ്യമാണ്. വിവിധങ്ങളാകുന്ന ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും വേദനകളിലും ദൈവസന്നിധിയിലേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി കടന്നു വന്ന വ്യക്തി ജീവിതത്തോട് ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം ഇടപെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എൻ്റെ പേര് സന്തോഷ് തോമസ്. ഞാൻ കുമരകം സഭാംഗമാണ്. കല്ലൂപ്പാറ സഭയുടെ സുവിശേഷകനായി ദൈവവേലയിലായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാരിൽ ഏറ്റവും ചെറിയവരിൽ ഒരാളാണ് ഞാൻ. സന്തോഷ് സാറിന്റെ പ്രസംഗം കേൾക്കാൻ ആരും ഇന്ന് ഇവിടെ ഇരിക്കരുത്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ചില നിമിഷങ്ങളെ വേർതിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആലയത്തോടുള്ള ബന്ധത്തിൽ അനുസരിച്ച് ആലയത്തെ പറ്റി സംസാരിക്കാനാണ് തയ്യാറായത്. പക്ഷേ മറ്റൊരു വാക്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദാംശം വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്
അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നീതിമാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, നല്ലതും വിലയിരുതുമാകുന്ന ഈ നല്ല സമയത്തിനായി, നല്ല ദിവസത്തിന്റെ നല്ല യാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾ കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനവുമായി അപ്പച്ചന്റെ തൃപ്പാദവിടെ ചില നിമിഷങ്ങളായിരിക്കും. ഇന്ന് പകൽക്കാലം കർത്താവെ, ഞങ്ങളുടെ ആത്മാവിന്റെ വചനങ്ങൾ ഹല്ലേലൂയ അടിയങ്ങളുടെ ദൈവമേ ഹൃദയത്തിൽ വലിയ ദൈവമേ അനുഗ്രഹമായി തീരുവാൻ, കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ പ്രചോദനമായി തീരുവാൻ, അടിയങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആത്മാവ് അടിയങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കേണ്ട കർത്താവെ, ദൈവമേ സ്വന്തം കർത്താവെ, വചനമാകുന്ന വിത്ത് വിളയുവാൻ തക്കവണ്ണം തന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവോടൊന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ബലഹീനായ അടിയനെയും പൊടിയോളം താഴ്ത്തുന്നു കർത്താവെ. ദൈവമേ സ്വന്തം അങ്ങയുടെ സന്നിധിയിൽ ജ്ഞാനമില്ലാത്തവനായി, ഒന്നുമില്ലാത്തവനായി അപ്പച്ചന്റെ സന്നിധിയിൽ ചില നിമിഷങ്ങൾ അടിയനായിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ ശബ്ദം അടിയന്റെ നാവിലൂടെ കർത്താവെ പുറത്തേക്ക് വരുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമേ കർത്താവെ. സകലതും പൊന്നീശ്വരുടെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപ തോന്നി ഉത്തരമരുളുമാറാകണമേ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 12-ാം വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. രൂത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ 8-ാമത്തെ പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. ഏകദേശം 4 അധ്യായങ്ങളിലായി 85 വാക്യങ്ങളിലൂടെ ഈ പുസ്തകം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വീണ്ടെടുപ്പിനെ പറ്റിയും ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തെ പറ്റിയും സവിസ്തരം വളരെ മനോഹര കാവ്യങ്ങളായി രചിക്കപ്പെട്ടിരിക്കുന്നത് ആര് എന്ന് വാക്യങ്ങളിലൂടെ പറയുന്നില്ല എങ്കിലും ശമൂവേൽ പ്രവാചകനാണ് ഇത് രചിച്ചത് എന്ന് ബൈബിൾ ശാസ്ത്രകാരന്മാർ അവരുടെ തെളിവുകൾ വെച്ച് വാദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേലിന്റെ ഏറ്റവും മോശകരമായ ഒരു കാലഘട്ടമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, രാജാക്കന്മാരില്ലാതെ അവനോന് തോന്നുന്നത് പോലെ ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം, വളരെ മ്ലേച്ഛമാകുന്ന ജീവിതത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രൂത്തിന്റെ പുസ്തകം എഴുതപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്. രാജാവില്ലാത്തൊരു കാലഘട്ടം. നമുക്കറിയാം, യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം വളരെ മനോഹരമായ തേനീച്ചക്കൂടുകൾ കൊണ്ട് അലങ്കൃതമായ നാട്ടിൽ നിന്നും വലിയവനായ ദൈവത്തെ മറന്നുകൊണ്ട്, സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവ ആരാധന മറന്നുകൊണ്ട് മ്ലേച്ഛമാകുന്ന ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രൂത്തിന്റെ പുസ്തകം എഴുതപ്പെടുന്നത്. ഈ പുസ്തകം എഴുതുന്നത് ന്യായാധിപന്മാരുടെ അവസാന കാലഘട്ടമാണ്. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ അവസാനത്തെ കന്യ എന്ന് പറയുന്നത് ശമൂവേൽ പ്രവാചകനാണ്. ശമൂവേൽ പ്രവാചകന് ശേഷം ന്യായാധിപന്മാരുടെ ഭരണം അവസാനിക്കുകയാണ്. രാജാവില്ലാത്തൊരു സാഹചര്യത്തിൽ ചുറ്റുമുണ്ടായിരുന്ന പട്ടണങ്ങളൊക്കെയും ഇസ്രായേലിനെ ആക്രമിക്കുകയും അവരുടെ വിളവുകൾ കൊയ്തെടുക്കുകയും അവരുടെ മക്കളെ പിടിച്ചുകൊണ്ടുപോവുകയും അവരുടെ സമ്പദ്ഘടനയെ കൊള്ള ചെയ്യപ്പെടുകയും ചെയ്ത കാലഘട്ടത്തിൽ അവർ ദൈവത്തിങ്കിലേക്ക് കണ്ണുകുളിർന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ തക്കവണ്ണം വിടും. നമ്മുടെ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഏറ്റവും അടുത്തു വരുന്നത്. അപ്രകാരം നോക്കുന്ന അവസ്ഥയില് നമുക്കറിയാം, യഹോവയായ ദൈവം ചില വ്യക്തി ജീവിതങ്ങളെ അവിടെ ഉയർത്തും. ഗിദെയോൻ, യാഹൂ എന്ന് പറയുന്ന ന്യായാധിപന്മാരിലൂടെ ഇസ്രായേലിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിരിക്കുന്ന വചനമാണ് രൂത്തിന്റെ പുസ്തകം. രൂത്തിന്റെ പുസ്തകത്തിലെ പ്രധാന കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് രൂത്ത് തന്നെയാണ്. രൂത്തിനെ പറ്റി പറയുമ്പോൾ അവൾ ഒരു ചെറുപ്പക്കാരിയായിരുന്നു. അവൾ മോവാബ്യ ദേശക്കാരിയായിരുന്നു. അവളൊരു യൗവനക്കാരിയായിരുന്നു. യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും സുവർണമായ കാലഘട്ടമാണ്. നാം എടുക്കുന്ന തീരുമാനങ്ങൾക്കൊത്തവണ്ണം, നാം ചിന്തിക്കുന്ന നിലവാരത്തിനൊത്തവണ്ണം നമ്മുടെ ശരീരത്തെയും നമ്മുടെ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുവാൻ നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റവും സജ്ജമായ ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മോവാബ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു ദേശവും ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു തലമുറക്കാരിയാണ് യൂത്ത് എന്ന് പറയുന്നത്. എപ്രകാരം ഈ തലമുറ ശപിക്കപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്രഹാമിന്റെ സഹോദരനായ ലോത്ത് തന്റെ മദ്യലഹരിയിൽ തന്റെ മകളിൽ പിറന്ന മകനാണ് മോവാബ് എന്ന് പറയുന്നത്. ഈ മോവാബ് അധിവസിച്ചിരുന്ന ദേശത്തിനെ മോവാബ് ദേശം എന്ന് പറയുന്നു. ജനന പ്രസ്തുത ശരിയല്ലാത്തത് കൊണ്ട് യഹോവയായ ദൈവം ആ തലമുറയെ ശപിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്രകാരം ശാപഗ്രസ്തമാകുന്ന ആ തലമുറ 10 തലമുറയോളം ദൈവ ആരാധനയിലോ ദൈവ സാന്നിധ്യത്തിലോ ദൈവ സന്നിധിയിലേക്കോ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ശപിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഈ ശാപത്തിന്റെ അവസാനത്തെ കണ്ണിയായി നിലനിന്നുകൊണ്ടിരുന്ന റൂത്ത് ഒരുപക്ഷെ തന്റെ പിതാവിന്റെ അടുത്ത് ഇന്ന് ഇപ്രകാരം ചോദിച്ചു കാണും, അപ്പാ, എന്താണ് നമുക്കൊരു ആരാധനയില്ലാത്തത്, നമുക്കൊരു ദൈവമില്ലാത്തത് എന്താണ്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് അവളുടെ ഹൃദയത്തിൽ വലിയൊരു ഭാരമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അവളുടെ പിതാവിന്റെ അല്ലെങ്കിൽ ലോത്തിന്റെ സഹോദരനാണ് അബ്രഹാം. അബ്രഹാമിന്റെ ഭവനത്തിൽ അബ്രഹാമിന്റെ തലമുറയിൽ ആരാധന ഉണ്ടായിരുന്ന കാലഘട്ടം. ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അവൾ ഹൃദയം കൊണ്ട് വെമ്പൽ കൊള്ളുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവ സന്നിധിയിൽ അവൾ മുഴങ്കാൽ മടക്കി. അവൾ അവിടെ അപ്പനോട് ഒരുപക്ഷെ ചോദിച്ചു കാണും, എന്താണപ്പാ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്തത്? അപ്പോൾ ആ അപ്പൻ ഇപ്രകാരം പറഞ്ഞു കാണും, മകളെ, നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. മകളെ, നമ്മൾ ശാപം പേറുന്ന തലമുറയാണ്. 10 തലമുറയോളം ദൈവ ആരാധനയിൽ എത്തുനോക്കുവാൻ പോലും അവസരമില്ലാത്ത അല്ലെങ്കിൽ അനുവാദമില്ലാത്തൊരു തലമുറയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഇതിനെന്താണപ്പാ ഒരു പോംവഴി? ആ പിതാവ് 2 വഴികൾ പറഞ്ഞു കൊടുത്തു. ഒന്നെങ്കിൽ നമ്മളുടെ തലമുറയുടെ ശാപം യഹോവയായ ദൈവം നീക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അല്ലെങ്കിൽ ശാപമില്ലാത്തൊരു വ്യക്തി നിന്നെ വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവത്തെ ആരാധിക്കുവാൻ അതിയായ വാഞ്ചയോടുകൂടി റൂത്ത് തന്റെ ഭവനത്തിൽ മുഴങ്കാൽ മടക്കുവാൻ തക്കവണ്ണം ഇടയായി. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നേരോടെ, ദൈവസന്നിധിയിൽ വിശ്വസതയോടെ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുഴങ്കാൽ മുടക്കുവാൻ നാം താല്പര്യപ്പെടുന്നുവെങ്കിൽ, മുഴങ്കാൽ മുടക്കുന്നുവെങ്കിൽ, ഏത് പ്രതിസന്ധിയിൽ നിന്നും നിന്നെ വിലക്കെടുക്കുവാൻ, ഏത് പ്രതിസന്ധിയിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുപോകാൻ, ഏത് ഭയാനകമാകുന്ന രോഗത്തിന്റെ അവസ്ഥകളായിക്കോട്ടെ, സാമ്പത്തിക പ്രതികൂലങ്ങളായിക്കോട്ടെ, തലമുറയെ പറ്റിയുള്ള ഭാരങ്ങളായിക്കോട്ടെ, നിന്റെ പ്രശ്നത്തിൽ നിന്നെ പുറത്തു കൊണ്ടുപോകാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ. പകൽക്കാലം നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. അധ്യായം 1 വാക്യം വായിച്ചിട്ട്, രൂത്തിന്റെ പുസ്തകം. ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. ന്യായപാലകന്മാർ ന്യായാസനം നടത്തിയ കാലഘട്ടത്തിൽ ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. മതി. അപ്പത്തിന്റെ ഭവനമെന്നറിയപ്പെടുന്ന ബേത്ലഹേമിൽ ഒരു വലിയ ക്ഷാമത്തെ ദൈവം അയക്കുവാൻ തക്കവണ്ണം ഇടയായി. ശപിക്കപ്പെട്ട രൂത്ത് തലമുറയായി ശാപത്തിന് അടിമയായി പോയിരിക്കുന്ന ഒരു തലമുറയിൽ നിന്നും ഒരു പെൺകുട്ടി എഴുന്നേറ്റ് മുഴങ്കാൽ മടക്കിയപ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങൾ ബേത്ലഹേമിലേക്ക് നേരെ തിരിയുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ബേത്ലഹേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനേക പട്ടണങ്ങളുണ്ട്. യഹൂദ പ്രവശ്യയിൽ അനേക പട്ടണങ്ങളുണ്ട്. എന്നാൽ ബേത്ലഹേം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്തും ഒരു ക്ഷാമം നടക്കുവാൻ സാധ്യതയില്ലാത്ത, ഒരു കാലത്തും ഒരു അരിഷ്ടതാവസ്ഥ ഉണ്ടാകുവാൻ സാധ്യമില്ലാത്ത, ദേവദാരുക്കൾ പൂത്തിറങ്ങിയ, ബദാമരങ്ങൾ ഫലം കായ്ച്ചു നിൽക്കുന്ന മനോഹരമായ ആ ബേത്ലഹേമിൽ ക്ഷാമമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. അപ്പത്തിന്റെ വീട്ടിൽ കുടിനീര് പോലും ലഭിക്കാത്തതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ പട്ടണം മാറുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ നിന്ന് ഒരു അമ്മയും ഒരു അപ്പനും 2 മക്കളും പലായനം ചെയ്യുന്നതായി 1-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടി, ഒരു മനുഷ്യന്റെ വിടുതലിന് തടസ്സമായി അവന്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധികളും യഹോവയുടെ സന്നിധിയിൽ നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി.
പ്രൈസ് ലോർഡ്. ശാപഗ്രസ്തമായ രൂത്തിന്റെ കണ്ണുനീരിന് യഹോവയായ ദൈവം മറുപടി പറയുകയാണ്. ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ദൂത്, ഒരു മനുഷ്യന്റെ വിടുതലിന് അവന്റെ പ്രവൃത്തി എത്ര പ്രതികൂലമാണെങ്കിലും, അവന്റെ ശാപം എത്ര പ്രതികൂലമാണെങ്കിലും, യഹോവയുടെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥന കടന്നു ചെന്നാൽ നിന്റെ ശാപത്തെ അവൻ അനുഗ്രഹമായി തീർക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഠിനമാകുന്ന പാപിയാണ് ഞാൻ എപ്രകാരം എന്റെ ആലയത്തിലേക്ക് അടുത്ത് ചെല്ലും, കഠിനമാകുന്ന പാപിയാണ് ഞാൻ എപ്രകാരം ദൈവസന്നിധിയിൽ അടുത്ത് വരും, എന്റെ ജീവിതം കൊണ്ട് ഞാൻ എപ്രകാരം ദൈവത്തെ ആരാധിക്കും, ഈ വക ചിന്തകളാൽ ദൈവ ആലയത്തോടും ദൈവ ആരാധനയോടും ബന്ധമില്ലാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് തന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അവൻ നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണ്. പ്രൈസ് ലോർഡ്. പകൽക്കാലം നമ്മെ തന്നെ ദൈവിക കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ലോർഡ്. വീണ്ടും രൂത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മോവാബിലേക്ക് നവോമിയും തന്റെ 2 മക്കളും തന്റെ പിതാവും കടന്നു പോവുകയാണ്. പ്രൈസ് ലോർഡ്. ഈ ഒരു വിഷയത്തെ പറ്റി നാമൊക്കെയും ചിന്തിച്ച്, ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടിരിക്കുന്നത് ഇതൊരു പിന്മാറ്റമാണെന്നാണ്. പ്രൈസ് ലോർഡ്. എന്നാൽ ഇതൊരു പിന്മാറ്റമല്ല ദൈവമക്കളെ, ഇത് ഒരു വീണ്ടെടുപ്പിന്റെ ആദ്യത്തെ പടിയായിരുന്നു. പ്രൈസ് ലോർഡ്. മോവാബിലേക്ക് കടന്നുപോയത്, അപ്പത്തിന്റെ നാടായ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് കുടുംബം പലായനം ചെയ്തത് ഒരു പിന്മാറ്റമാണെന്നും, അതിലൂടെ അവളുടെ മക്കളും ഭർത്താവും അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നും ഒരുപക്ഷെ ഞാനും കേട്ടിരിക്കാം. എന്നാൽ ദൈവവചനം ആധികാരികമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമക്കൾക്ക് വേണ്ടി ഒരു പട്ടണത്തെ പിടിച്ച് കുലിക്കാനായിരിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ചിലതിനെ തകർക്കുവാൻ ശക്തനാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിന്റെ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ, നിന്റെ പ്രാർത്ഥനകൾ എന്തുമായിക്കോട്ടെ, നിന്റെ പ്രാർത്ഥന അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ വിട്ടു നീക്കിക്കൊണ്ട് ദൈവ ആരാധന വെളിപ്പെടുമ്പോൾ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ശക്തനായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സന്നിധിയാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമായിരിക്കും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൾ വിവാഹം കഴിച്ചെങ്കിലും ആ ഭർത്താവുമായി അവർക്ക് അധികം നാൾ ജീവിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. പ്രൈസ് ലോർഡ്. 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു വാക്യം കൂടി വായിക്കാം. 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കും. ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബിയ സ്ത്രീയുമായി മടങ്ങി വന്നു. പ്രൈസ് ലോർഡ്. ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരണത്തിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്കറിയാം, മോവാബിൽ കടന്നു ചെന്നതിന് ശേഷം രൂത്തിനെ, അതായത് എലിമലേക്ക് എന്ന് പറയുന്ന ആ പിതാവിന്റെ 2 മക്കൾ, മഹ്ലോനും കില്യോനും. പ്രൈസ് ലോർഡ്. ഇതിൽ മൂത്ത മകനാകുന്ന മഹ്ലോൻ രൂത്തിനെയും രണ്ടാമത്തെ മകനാകുന്ന കില്യോൻ ഓർപ്പയെയും വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ ഭവനത്തിൽ തുടർച്ചയായി 3 മരണങ്ങൾ നടക്കുകയാണ്. പ്രൈസ് ലോർഡ്. ആ മരണത്തിനൊടുവിൽ ഓർപ്പ തന്റെ അമ്മായിയമ്മയെ ചുംബിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും രൂത്ത് തന്റെ അമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ നമുക്കറിയാം, ഇതൊരു പിന്മാറ്റത്തിന്റെ ചരിത്രമല്ല. കാരണം മഹ്ലോനും കില്യോനും ബേത്ലഹേമിൽ വെച്ച് തന്നെ രക്ഷിക്കപ്പെട്ട വ്യക്തികളായിരുന്നില്ല. മഹ്ലോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രോഗിയെന്നും കില്യോൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ക്ഷീണിച്ചവനെന്നുമാണ്. ഒരുത്തൻ രോഗിയും ഒരുത്തൻ ക്ഷീണിച്ചവനാണ്. മരണം സുനിശ്ചയം, അവനോട് ചെന്നാലും മരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. രൂത്ത് തന്റെ അമ്മായിയമ്മയോട് ചേർന്ന് നിന്നു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഒരു പട്ടണത്തെ പട്ടിണിയിലാക്കിയ ദൈവം, തന്റെ 3 ജീവിതങ്ങളെ തകർത്ത് കളഞ്ഞ ദൈവം രൂത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇളയ മരുമകൾ ഒരു ചുംബനത്തിലൂടെ തന്റെ അമ്മാവിയമ്മയെ വിട്ട് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി. അവർ കടന്നു വരുന്നതായിരിക്കുന്ന സ്ഥാനത്ത് രൂത്ത് ഇപ്രകാരം പറയുന്നു, നിന്റെ ദൈവം എന്റെ ദൈവം. പ്രൈസ് ലോർഡ്. അതുവരെയും അവരുടെ ജീവിതത്തിലോ അവരുടെ തലമുറയ്ക്കോ പറയാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു വാചകമാണ് അവിടെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ഇടയായത്. നമുക്കത് വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. എന്നാൽ ദൈവ ആരാധനയ്ക്കോ ദൈവ സന്നിധിയിലേക്കോ 10 തലമുറ വരെ കടക്കുവാൻ കഴിയാത്ത ഒരു തലമുറയിൽ ജനിച്ചതായിരിക്കുന്ന രൂത്ത് ഇപ്രകാരം പറയുകയാണ്, നിന്റെ ദൈവം എന്റെ ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൾ ആ അമ്മാവിയമ്മയോട് ചേർന്ന് തന്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ അപ്പത്തിന്റെ സ്വന്തം നാടായ
ബേത്ലഹേമിലേക്ക് കടന്നു പോകാൻ തക്കോണം ഇടയായി. ആ കടന്നു പോകുന്ന സാഹചര്യമാണ് വായിച്ചു കേൾക്കുവാൻ തക്കോണം ഇടയായത്. അക്കാലത്ത് പ്രൈസ് ദി ലോർഡ്, വിവാഹം കഴിഞ്ഞതായ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവും തന്റെ അനുജനും തന്റെ പിതാവും മരിച്ചതായിരിക്കുന്ന സമയത്ത് ബേത്ലഹേമിൽ ക്ഷാമം തീരുവാൻ തക്കോണം ഇടയായി. പ്രൈസ് ദി ലോർഡ്, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, സമയത്തിന് മുമ്പോ സമയം കഴിഞ്ഞോ പ്രവർത്തിക്കുന്ന ദൈവമല്ല നാം ആരാധിക്കുന്ന ദൈവം. അവൻ തക്ക സമയത്ത് ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവർ കടന്നു ചെല്ലുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. 19-ാം വാക്യം ഒന്ന് വായിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. പ്രൈസ് ദി ലോർഡ്, അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ ഇളകുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്, അവരെ ആനയിക്കുവാൻ തക്കവണ്ണം, അവരെ എതിരേൽക്കുവാൻ തക്കവണ്ണം പട്ടണം മുഴുവൻ ഇളകുവാൻ തക്കവണ്ണം ഇടയായി. ഒരു പാപി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ, സ്വർഗം സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് പകൽക്കാലം ചില തീരുമാനങ്ങളോടുകൂടി, ഇന്ന് പകൽക്കാലം ചില വ്യവസ്ഥകളോടുകൂടി, ഇന്ന് പകൽക്കാലം ചില ഉടമ്പടികളോടുകൂടി ദൈവസന്നിധിയിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നിന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു സന്തോഷത്തിന്റെ അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്, ഇവർ നിമിത്തം ആ ജനം ഇളകുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. 22-ാം വാക്യം നമ്മൾ വായിക്കുന്ന 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചു. ഇങ്ങനെ നൊവൊമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തി. അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ യവക്കൊയ്ത്തിന്റെ ആരംഭമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദിയയുടെ ഏറ്റവും വലിയ പെരുന്നാളുകളിൽ ഒന്നാണ് വിളവെടുപ്പ് പെരുന്നാൾ. പ്രൈസ് ദി ലോർഡ്. ഒരു സന്തോഷത്തിന്റെ മധ്യത്തിലേക്ക് അവൾ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ശാപത്തിന്റെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, പള്ളിയിൽ പോയി തന്നെ നമ്മുടെ ആവശ്യങ്ങളൊന്ന് പറയുവാൻ കഴിയാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, അന്യയും പരദേശിയുമായി ജീവിച്ച രൂത്തിന്റെ ജീവിതത്തിൽ നടന്ന വലിയ ഒരു അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. അവളുടെ ജീവിതത്തിൽ പിന്നെ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. നമുക്കധികം സമയമില്ല, പെട്ടെന്ന് നമുക്ക് ഓടിപ്പോകാം. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടി എന്റെ കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. സന്തോഷത്തിന്റെ ദിനം, യവക്കൊയ്ത്തിന്റെ ദിനത്തിൽ അവൾ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി. ഇനി 3 അധ്യായങ്ങൾ കൂടിയുണ്ട്. ഈ 3 അധ്യായങ്ങളിൽ കൂടി ഓരോ വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അങ്ങനെ അവൾ പോയി, ഒരിക്കൽ കൂടി വായിച്ചു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. പ്രൈസ് ദി ലോർഡ്. തന്റെ അമ്മാവിയമ്മയുമായി തന്റെ ഭർത്താവിന്റെ ഭവനത്തിലേക്ക് പോയ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവ പൈതൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൾ അധ്വാനിക്കുവാൻ തക്കവണ്ണം തയ്യാറായി. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട്, കർത്താവിനെ ഹൃദയം കൊണ്ട് രക്ഷകനെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവ പൈതൽ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അധ്വാനിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അവൾ കർത്താവിന്റെ വയൽ അധ്വാനിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി. തന്റെ ഭവനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയും, തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും അവൾ വയലിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തെ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ പന്തലിന്റെ കീഴിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ആത്മാവിന്റെ വചനങ്ങളിലൂടെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: നീ അധ്വാനിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഉപദേശിയാകാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും അച്ഛനാകാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മളുടെ താലന്തുകൾ കൊത്തവണ്ണം രൂത്തിന് കൊയ്യുവാൻ അറിയത്തില്ലായിരുന്നു, യൂത്തിന് മെതിക്കുവാൻ അറിയത്തില്ലായിരുന്നു. അവൾ ആ മട കടന്നു എന്ന് അവൾ നിലത്ത് വീണ കതിർമണികൾ പെറുക്കിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹവിശ്വാസികളുടെ വേദനയിൽ അവരെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കണം, എങ്ങനെയുണ്ട് അപ്പച്ചാ അമ്മച്ചി, എങ്ങനെ ഇരിക്കുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഒരു നേരം അവർക്ക് വേണ്ടി സ്വന്തം ഭവനത്തിലിരുന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ ചടഞ്ഞിരിക്കുവാൻ പറ്റില്ല. അവൻ അധ്വാനിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന്
വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന രൂത്തിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. രൂത്ത് അധ്വാനിക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഭയിൽ നമുക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കാം, അതൊരു ശുശ്രൂഷയാണ്. സഭയിൽ നമുക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കാം, അത് വിശ്വസ്തയോടുകൂടി നാം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. നാം സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ കൈക്കാരനായിരിക്കാം, അല്ലെങ്കിൽ വെറും ഒരു കമ്മിറ്റിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ യൂത്തിന്റെ പ്രവർത്തകനായിരിക്കാം. നിന്റെ വയൽ പ്രദേശം എന്തെന്ന് നിനക്കറിയാമല്ലോ. ഇന്ന് പകൽക്കാലം അറിയാവുന്ന രീതിയിൽ അധ്വാനിക്കുവാൻ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ നീ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം തയ്യാറാകണം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. പലപ്പോഴും മദ്രാസന വേദിയിൽ കടന്നു വരുമ്പോൾ പറയണമെന്ന് വളരെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. സാക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിന്റെ സാക്ഷികളായി എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാക്ഷിയായിട്ട് വേണം നാം എഴുന്നേൽക്കാൻ. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്റെ കർത്താവ് എനിക്ക് വലിയ ചെയ്തു, അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. നീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിന്റെ പരാജയങ്ങളും നിന്റെ വേദനകളും നിന്റെ രോഗങ്ങളും നിന്റെ ദുഃഖങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ മഹത്വപ്പെടുന്നവൻ ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ രോഗത്തിലേക്ക് നയിച്ച, നിന്നെ പരാജയത്തിലേക്ക് നയിച്ച, നിന്നെ നഷ്ടത്തിലേക്ക് നയിച്ച ഒരു ദുഷ്ടനെയാണ് നീ ഉയർത്തി കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്നു മുതൽ സാക്ഷ്യത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ എന്റെ ദൈവം എനിക്ക് വലിയ ചെയ്തെന്ന് സാക്ഷീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു പാഠമാണ്. ഇന്ന് കർത്താവിനെ നീ ഉയർത്തുന്നുവെങ്കിൽ നിന്റെ ഭവനത്തിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിനെ നീ ഉയർത്തുന്നുവെങ്കിൽ നിന്റെ ദേശത്ത് ദൈവം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് കർത്താവിനെ നീ ഉയർത്തുന്നുവെങ്കിൽ നിന്റെ തലമുറയെ ദൈവം ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, സാക്ഷി പറയാൻ പറ്റിരുന്നു. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ കല്ലുപ്പാറ ദേവാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു. എന്റെ സഭയിൽ നിന്ന് 10-22 പേരോളം വന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്കിക്കറിയാം. ഈ പുസ്തകം കയ്യിലെടുത്ത അന്നു മുതൽ എനിക്ക് നന്മകൾ മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. എന്റെ പിതാവ് എന്നെ വിട്ട് പിരിഞ്ഞുപോയി, എന്റെ മാതാവ് എന്നെ വിട്ട് പിരിഞ്ഞുപോയി, എന്റെ സഹോദരൻ എന്നെ വിട്ട് പിരിഞ്ഞുപോയി. ഹല്ലേലൂയ. എന്നാൽ എന്റെ കർത്താവ് എന്നെ കൂടെ ഇരുന്ന് വഴിനടത്തി. ഈ പുസ്തകം എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജഗത്തടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പുസ്തകം എടുത്ത അന്ന് മുതൽ അനുഗ്രഹം മാത്രമേ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, 30 ദിവസത്തിനകം ഒരു 4-wheel വെഹിക്കിൾ ദൈവം എനിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി. ഒരിക്കലും ഞാനൊരു 4-wheel വാഹനം വാങ്ങിക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഇതായിട്ട് പറയുന്നതല്ല, എന്റെ ജീവിതത്തിൽ നടന്നൊരു അനുഭവം. ഒരു ബൈക്കിന് വേണ്ടി ഞാൻ ഒരുപാട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ ഞാൻ ഉയർത്തിയപ്പോൾ ദൈവം എന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ ദേശത്ത് ദൈവം എന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ ഭവനത്തിൽ ദൈവം എന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കി അറിയാൻ പറ്റും. ഏത് മാസയോഗത്തിന് കടന്നു വന്നാലും അന്ന് എനിക്കൊരു വലിയ സാക്ഷ്യമുണ്ടാകും. ദൈവം നൽകിയൊരു ഉപകാരം പറയാനുണ്ടാകും. കാരണം എന്താണ്? നമ്മൾ കർത്താവിനെ ഉയർത്തണം. നമുക്ക് പരാജയങ്ങളുണ്ട്, നമുക്ക് ദുഃഖങ്ങളുണ്ട്, നമുക്ക് ഭാരങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ഇതൊക്കെയും പ്രാർത്ഥിക്കുവാൻ ഇവിടെ പ്രാർത്ഥനാ വീരന്മാരായിട്ടുള്ള ദൈവദാസന്മാരും പുരോഹിതന്മാരും നമുക്കുണ്ട്. അതിനുള്ള അവസരവും നമുക്കുണ്ട്. പക്ഷെ സാക്ഷിക്ക് വേണ്ടി നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കർത്താവിനെ നീ ഉയർത്തിക്കണം. അപ്രകാരം ഇന്ന് പകൽക്കാലം ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം നാം താല്പര്യപ്പെടുന്നുവെങ്കിൽ അടുത്ത മാസയോഗത്തിന് വലിയ ഒരു അനുഗ്രഹത്തിന്റെ സാക്ഷ്യം നിനക്ക് പറയുവാനുണ്ടായിരിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങൾ കർത്താവിനെ ഉയർത്തുന്ന രീതിയിലായിരിക്കണം. പ്രൈസ് ലോർഡ്. ഇവിടെ രൂത്ത് കടന്നു വന്നതായിരിക്കുന്ന അവസരത്തിൽ യവക്കൊയ്ത്തായിരുന്നു. വളരെ മനോഹരമായ, വളരെ സന്തോഷകരമാകുന്ന, വളരെ അനുഗ്രഹപ്രദമാകുന്ന ഒരവസ്ഥയിലേക്ക് രൂത്ത് എത്തുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നമ്മൾ അധ്വാനിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവവയലിൽ അധ്വാനിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. സുവിശേഷ പ്രസംഗകനായിട്ട് കടന്നു പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ അവസരം കിട്ടിയാൽ 2 കരവും കൂട്ടി അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. നാളെ നമുക്ക് ഈ 2 കരം ഉണ്ടായിരിക്കണമെന്നില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരം കിട്ടിയാൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞോണം. നാളെ പറയുവാൻ ഈ നാവ് പൊങ്ങണമെന്നില്ല. പ്രൈസ് ലോർഡ്. ഇത് സുപ്രധാന കാലമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വെളിപ്പെടുന്ന ആരാധന നാളെ വെളിപ്പെടണമെന്നില്ല. പ്രൈസ് ലോർഡ്. കടന്നു വന്ന വ്യക്തി ജീവിതമേ രൂത്തിനെ പോലെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് വേണം
ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം വാക്കുമാറാത്തവനല്ല, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കാത്തവനല്ല. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോകൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ആഴമേറിയ ദൂതുകൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് പതിയുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ ദൈവമേ, ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു, അവരുടെ വിഷയങ്ങളോട് ദൈവാത്മാവിന്റെ പകൽക്കാലം ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. ലോട്ടറി എടുത്തിട്ടിരിക്കുന്നത് പോലുള്ള മാനസികാവസ്ഥയിൽ ഇന്ന് പകൽക്കാലം ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിരക്കെടുക്കുകൾ അതേപടി നടന്നുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ആരാധനയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ ജീവിതത്തിൽ നടന്ന ഈ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകപ്പെടും. ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ ഊമ വിഗ്രഹങ്ങളെ നമസ്കരിച്ചുകൊണ്ട് കടന്നുപോയൊരു പിതാക്കന്മാരുടെ പിന്തുണ പുറക്കാനാണ് നമ്മളെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വലിയവനായ ദൈവം നമുക്ക് അവസരമൊരുക്കിയെങ്കിൽ കണ്ണുനീരനെ മറികടക്കാത്തവനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമായിരിക്കുന്നുള്ള ഉത്തമമായ ബോധം നമ്മളെ ഭരിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്കൊരു വാക്യം കൂടി വായിക്കാം. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 3-4 വേദഭാഗങ്ങൾ വാക്യം. 3-ാം അധ്യായത്തിന്റെ 3-4 വേദഭാഗങ്ങൾ. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നു കുടിച്ചു കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനയുടെ അവസ്ഥകളെ പറ്റിയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. കർത്താവിന്റെ വയലിൽ വേല ചെയ്തതായിരിക്കുന്ന, കർത്താവിന്റെ വയലിൽ അധ്വാനിച്ചതായിരിക്കുന്ന രൂത്ത് അല്ലെങ്കിൽ ബോവസിന്റെ കണത്തിലേക്ക് നവോമി പറഞ്ഞു വിടുകയാണ്. എന്തിനു വേണ്ടി? വിശ്രമിക്കുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അധ്വാനിക്കുന്നവന് മാത്രമേ വിശ്രമിക്കുവാൻ അവകാശമുള്ളൂ കേട്ടോ. അധ്വാനിക്കാത്തവന് വിശ്രമമില്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നീതി സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ അധ്വാനിക്കാതെ തേരാപാറ നടക്കുന്നവർക്ക് വിശ്രമമില്ല. പിന്നെ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ വയലിൽ അധ്വാനിക്കുന്നവൾ വിശ്രമിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നു. എവിടെയാണ്? ബോവസിന്റെ പാദപീഠ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നീ കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്നുവെങ്കിൽ നിനക്ക് കർത്താവിന്റെ പാദപീഠയെ വിശ്രമിക്കുവാൻ തക്കമുള്ള അവസരം ദൈവം തരും. ഈ ചരിത്ര സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ബോവസ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം കർത്താവിന്റെ നിഴലാണ്. ഒരു വീണ്ടെടുപ്പുകാരനായി രൂത്തിനെ വീണ്ടെടുക്കുന്ന ബോവസ് എന്ന് പറയുന്ന വ്യക്തി കർത്താവിന്റെ നിഴലാണ്. നവോമി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. തന്റെ മകളെ കരുതിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന പരിശുദ്ധാത്മാവാണ് നവോമി. രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണവാളന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സഭയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സഭയാണ് നാം ഓരോരുത്തരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിനക്കൊരു വിശ്രമമുണ്ട്. ഹല്ലേലൂയ. അത് മറ്റെങ്ങുമല്ല, എന്റെ കർത്താവിന്റെ പാദപീഠയാണ്. പ്രൈസ് ദി ലോർഡ്. നാമൊക്കെയും അധ്വാനത്തിന് ശേഷം വിശ്രമിക്കാറുണ്ട്. എന്നാൽ നാം വിശ്രമിക്കുന്നത് എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. മൊബൈലിലൂടെ നമ്മൾ ഓരോന്ന് കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മുടെ വിശ്രമ സ്ഥലം എവിടെയാണ്? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ വിശ്രമം കർത്താവിന്റെ പാദപീഠയായിരിക്കണം. എന്ന് പറയുമ്പോൾ വേദനയോടുകൂടി ഒരു കാര്യം ഓർക്കുവാൻ തക്കവണ്ണം ഇടയാകുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരുമശിഷ്യനായിരുന്ന പത്രോസ്, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പത്രോസിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം കോടതി ഉത്തരവിട്ടുകൊണ്ട് നീറോ ചക്രവർത്തിയുടെ സാന്നിധ്യത്തിൽ പത്രോസിനെ ക്രൂശിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ പത്രോസ് ഇപ്രകാരം പറയുകയാണ്, എന്റെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്നെ തലകീഴായി ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ കുരിശ് തലകീഴായി തറച്ചിട്ട് പത്രോസിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവൻ പറഞ്ഞ കാരണം എന്താണെന്ന് അറിയാമോ? മരിക്കുമ്പോൾ എനിക്ക് എന്റെ കർത്താവിന്റെ പാദം ചുംബിച്ചുകൊണ്ട് മരിക്കണം. ഹല്ലേലൂയ. എത്ര പ്രത്യാശയുടെ വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. മരണം എന്നെ പുൽകുന്ന അവസരത്തിൽ എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായിരിക്കുന്ന, എനിക്ക് വേണ്ടി സകലതും നഷ്ടപ്പെടുത്തിയവനായിരിക്കുന്ന, എനിക്ക് വേണ്ടി തകർന്നതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്രകാരം മരിക്കുവാൻ തക്കവണ്ണം ഇടയായി. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വിശ്രമം
കർത്താവിന്റെ പാദപീഠയായിരിക്കണം. ആമേൻ. അധ്വാനിക്കുന്നവന് മാത്രമേ വിശ്രമമുള്ളൂ കേട്ടോ, അധ്വാനിക്കാത്തവന് വിശ്രമമില്ല. ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തെ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ള വ്യാജേനെ വീട്ടിൽ കുത്തിയിരിക്കുവാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. അവനവന്റെ താളത്തിനൊത്തവണ്ണം. ഒരുപക്ഷെ നിനക്ക് കൊയ്ത്തറിയില്ലായിരിക്കാം, ഒരുപക്ഷെ നിനക്ക് മെതിക്കുവാൻ അറിയില്ലായിരിക്കാം. രൂത്തിറങ്ങി നെൽമണികൾ പെറുക്കിയെടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം നൽകിയ താലന്തുകൾക്കൊത്തവണ്ണം, ദൈവം നൽകിയ നന്മകൾക്കൊത്തവണ്ണം, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ലോർഡ്. കണ്ണുനീർ തൂകുമ്പോൾ ഇറങ്ങി വരുന്നവനാകുന്ന ദൈവം. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രൂത്തിന്റെ വിശ്രമം ബോവസിന്റെ പാദപീഠയായിരുന്നു. പ്രൈസ് ലോർഡ്. അവളെ നമുക്കറിയാം, ആ കഥ അല്ലെങ്കിൽ ആ ചരിത്ര സംഭവം വായിച്ചു കേൾക്കുമ്പോൾ രൂത്തിന് വേണ്ടി ഒരുക്കിയ നന്മകൾ അനവധിയാണ്. പ്രൈസ് ലോർഡ്. അത് മറ്റൊരു വിഷയമാണ്. രൂത്ത് പെറുക്കുവാൻ തക്കവണ്ണം കടന്നു ചെല്ലുമ്പോൾ കറ്റ അല്ലെങ്കിൽ കൊയ്തു പോയതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ കൊയ്യുമ്പോൾ അവർ വരമ്പിന്റെ സൈഡ് ചേർത്ത് കൊയ്യാറില്ല. പ്രൈസ് ലോർഡ്. നമ്മളൊക്കെ ആണെങ്കിൽ വരമ്പൂടെ കയറ്റി കൊയ്തുകൊണ്ട് പോകും. വരമ്പിന്റെ സൈഡിൽ കുറെ കതിർമണികൾ ഇട്ട് കൊടുക്കും. പെരുക്കി വരുന്നവർക്ക് വേണ്ടി, അനാഥവർക്കും അതിഥികൾക്കും ആദേശത്തല്ലാത്ത പരദേശികൾക്കും വേണ്ടി കറ്റ കെട്ടുമ്പോൾ അവർ കതിർമണികൾ വലിച്ചിട്ട് കൊടുക്കും. ഹല്ലേലൂയ. ഇപ്രകാരം കൊയ്ത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ കറ്റ കെട്ടിക്കൊണ്ടു പോകുന്ന അവസരത്തിൽ ഒരു കറ്റ മറന്നുപോയെങ്കിൽ അവർ മടങ്ങി വന്ന കറ്റയെടുക്കുവാൻ ഇസ്രായേലിന് വ്യവസ്ഥയില്ല. പ്രൈസ് ലോർഡ്. നമ്മളുടെ ശുശ്രൂഷകളും ഇങ്ങനെയായിരിക്കണം. ഓരോ ശുശ്രൂഷകന്മാരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പുറകെ ഒരു തലമുറ വരുന്നു. പ്രൈസ് ലോർഡ്. അവന് വേണ്ടി കതിർമണികൾ ഉഴുത്തിയിടുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവദാസന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശത്തിന്റെ വിളക്കാണ്. പ്രൈസ് ലോർഡ്. ചില രാത്രിയുടെ യാമങ്ങളിൽ ദൈവദാസന്മാർക്ക് ഉറക്കം വരത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവദാസന്മാർക്ക് ഉറക്കം വരത്തില്ല. കാരണം എന്താണ്? പിറ്റേന്ന് പറയും സാത്താനെ ഉറക്കില്ല എന്നൊക്കെ ചിലർ പറയും. എല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നില്ല. ദൈവദാസന്മാർ ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഓർത്തോണം, നീ ആയിരിക്കുന്ന ദേശത്തൊരുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ടെന്ന്. പ്രൈസ് ലോർഡ്. നാം അറിയാത്തൊരു വ്യക്തി, നാം ഇന്നുവരെയും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ആ ദേശത്ത് എന്റെ ദൈവമേ എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ഹൃദയം കൊണ്ട് ഓർക്കുമ്പോൾ അവിടെ അടുത്ത് കിടക്കുന്ന ദൈവദാസന്മാരെ ദൈവം ഓർക്കത്തില്ല. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവനും വിടുതൽ പ്രാപിക്കും, നിനക്കും ഉറക്കം വരും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും, ദൈവദാസന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശത്തിന്റെ വിളക്കാണ്. ഇവിടെ ശുശ്രൂഷയുടെ മുഖത്ത് നാം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ലോർഡ്. പുറകെ വരുന്നവർക്ക് പെറുക്കുവാനുള്ള കതിർമണികൾ വലിച്ചിട്ട് കൊടുക്കുന്ന ഇസ്രായേലിന്റെ സംസ്കാരത്തിലോട് ഓരോ ദൈവമക്കളും അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ലോർഡ്. അധ്വാനിക്കുന്നവന് മാത്രമേ വിശ്രമിക്കുവാൻ അവകാശമുള്ളൂ. വിശ്രമമില്ലാത്ത നാളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുവാൻ ഇപ്പോൾ അധ്വാനിച്ചോണം. പ്രൈസ് ലോർഡ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആരോഗ്യത്തോടും കൂടി നമസ്കരിക്കുവാനും സേവിക്കുവാനും ആരാധിക്കുവാനും നാം തയ്യാറായില്ല എങ്കിൽ ഒരു കാലത്ത് നമുക്ക് വിശ്രമം ഉണ്ടായിരിക്കത്തില്ല. അല്ലാത്തവർക്ക് കർത്താവിന്റെ പാദപീഠ വിശ്രമിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരു വാക്യം കൂടി വായിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ലോർഡ്. 4-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിൽക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മക്ലോന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിലും നിങ്ങൾ ഇന്ന് സാക്ഷികളാവുന്നു. പിന്നീട് അവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിന്റെ വിവാഹമാണ്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിന്റെ വിവാഹമാണ്. ഒന്നാമതായി നാം ചിന്തിച്ചത് ഒരു ശാപഗ്രസ്തയായ പെൺകുട്ടിയുടെ വീണ്ടെടുപ്പാണെങ്കിൽ, രണ്ടാമത് നാം ചിന്തിച്ചത് ഒരു ശാപഗ്രസ്തയായ പെൺകുട്ടിയുടെ അധ്വാനമാണെങ്കിൽ, മൂന്നാമത് നാം ചിന്തിച്ചത് ഒരു ശാപഗ്രസ്തയായ പെൺകുട്ടി അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ, വീണ്ടെടുക്കപ്പെട്ടപ്പോൾ അവൾ കർത്താവിന്റെ പാദപീഠ വിശ്രമിക്കുവാൻ അവസരമുണ്ടായെങ്കിൽ, ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ഒരു വിവാഹമാണ്. പ്രൈസ് ദി ലോർഡ്. അന്യനും പരദേശിയുമായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, ദൈവ ആരാധനയിൽ എത്തി നോക്കുവാൻ പോലും കഴിയാതെ
തലമുറയായി ശാപത്തിന്റെ അവസ്ഥയിൽ കടന്നു വന്ന വ്യക്തി ജീവിതത്തെ യഹോവയായ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന വഴികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കല്യാണത്തെയാണ് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകും. രൂത്ത് മണവാട്ടി സഭയുടെ പ്രതീകമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ഒരുക്കപ്പെട്ട കാന്തയായി തീരുവാൻ ഇന്ന് പകൽക്കാലം മുതൽ അധ്വാനിക്കുവാൻ നാം തയ്യാറാകണം. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണം. ഒന്നാമതായി നാം ചിന്തിച്ചത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പൂർണ്ണമായും നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കരയുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരുത്തന്റെയും മുന്നിൽ കരയുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ചില സഭകളിലേക്ക് കടന്നു പോകുമ്പോൾ ചില അമ്മച്ചിമാര് കരയും, തലമുറയെ ഓർത്ത് കരയും. പ്രൈസ് ദി ലോർഡ്. തലമുറയെ ഓർത്ത് ദൈവദാസന്മാരുടെ മുന്നിലല്ല കരയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവൻ ഉണ്ടാകുന്ന അന്ന് മുതലേ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ഇരുളിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിലസിച്ചു കൊണ്ടിരുന്നു. എന്താണ് ഈ ഇരുളിന്റെ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ സകലതും സൃഷ്ടിച്ചു എന്നെഴുതി. എന്നാൽ വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്നെഴുതി. പ്രൈസ് ദി ലോർഡ്. വൃക്ഷങ്ങൾ മുളച്ചു വരണമെങ്കിൽ വിത്ത് നേരത്തെ ഇട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വിത്ത് വെള്ളത്തിനടിയിൽ കിടന്നപ്പോൾ അതിന്റെ കാമ്പ് ചീഞ്ഞു പോകാതിരിക്കുവാൻ, അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ നിന്റെ തലമുറ പിച്ച വെക്കുന്ന പ്രായം മുതൽ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ആ ദൈവവചനം അവന്റെ ഹൃദയത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ അവൻ എത്ര മ്ലേച്ഛകരമാകുന്ന ജീവിതം നയിച്ചാലും, എത്ര പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അവൻ കടന്നുപോയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ പിടിച്ചുകൊണ്ട് വരിക തന്നെ ചെയ്യും. അതിനുത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസന്റെ മകനായിരുന്നിട്ടും മ്ലേച്ഛമായ ജീവിതത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. ആ ദൈവം എന്നെ പിടിച്ചെടുക്കുവാൻ തക്കോണം ഇടയായ സാഹചര്യം കുഞ്ഞുനാളിൽ പിച്ച വെച്ച് നടന്ന കാലത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ വീണു പോയത് കൊണ്ടാണ്. അതിനടിയിൽ ജീവന്റെ വിത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മക്കൾ പ്രായമായി കഴിയുമ്പോൾ അവരെ പറ്റി കരയാൻ നിൽക്കരുത്. മക്കൾ പിച്ച വെച്ച് തുടങ്ങുമ്പോൾ അവരെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. ഒരു ദൈവാലയങ്ങളിലും സൺഡേ സ്കൂളുകളില്ല. എന്താ കാരണം? സൺഡേ സ്കൂളിന് കുട്ടികളില്ല. നമുക്കാർക്കും കുട്ടികളില്ല എന്നിട്ടാണ്? അല്ല, കുട്ടികളെ കൊണ്ടുവരുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതിനുവേണ്ടി നമ്മൾ മെനക്കിടുന്നില്ല. നമ്മൾ ഒരുങ്ങി പോവുക, അവനെ നോക്കി നിന്ന നമ്മളുടെ. പക്ഷെ വലിയ തെറ്റാണ് നമ്മൾ തലമുറയോട് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്ത് എൻ്റെ മകൻ എന്നെ നോക്കിയില്ല, എൻ്റെ മകൾ എനിക്ക് ചോറ് തന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊണ്ടുവരേണ്ട സമയത്ത് അവനെ ദൈവാലയത്തിൽ കൊണ്ടുവന്നോണം. അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വചനമാകുന്ന വിത്ത് വീണിട്ടുണ്ടെങ്കിൽ അവൻ എത്ര പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയാലും, അവൻ എത്ര മ്ലേച്ഛമാകുന്ന ജീവിതം നയിച്ചാലും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവന്റെ പുറകെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ പിടിച്ചെടുത്തിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രൂത്തിന്റെ കല്യാണം എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു മേഘാരൂഢനായി വരുമ്പോൾ ഇപ്രകാരം പറയുന്നു, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവ കർത്താവിനോട് കൂടി എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട കാന്തകളായി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നാം ഓരോരുത്തരും രൂത്തിനെ പോലെ മണവാട്ടികളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മണവാട്ടി എന്ന് പറയുമ്പോൾ അത് വേറൊരു വിഷയമാണ്, ഒരുപാട് സംസാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവിന്റെ വിശ്രമ സ്ഥലത്തേക്ക് കടന്നു പോകുന്നതായിരിക്കുന്ന 3 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1, കുളിക്കുക. 2, തൈലം പൂശുക. 3, 4 ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഒരു ദൈവ പൈതൽ കടന്നു ചെല്ലേണ്ട ആ അവസ്ഥകളെയാണ്. 1, കുളിക്കുക. അത് സ്നാനത്തെ കാണിക്കുന്ന ശുദ്ധീകരണം. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നാം ശുദ്ധരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 2ാമതായി തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് വേണം കർത്താവിന്റെ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ മണവാളുടെ സന്നിധിയിലോട്ട് ചെല്ലാൻ. എന്താണ്? അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലിന് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ അവകാശം നമ്മൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. 3ാമത് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, വായിച്ചോളൂ, 3ാമത്തെ കാര്യം, വസ്ത്രം ധരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നിങ്ങൾ 2 വസ്ത്രം കൊണ്ടുപോകരുത് എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു. വസ്ത്രം എന്ന് പറയുന്നത് ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. 2 ഉപദേശങ്ങൾ പാടില്ല, ഒരൊറ്റ ഉപദേശം മതി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
അനുഗ്രഹീതമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. രൂത്തിന്റെ ഒരു അവസ്ഥയിൽ വളരെ ഭാരത്തിലും ഞെരുക്കത്തിലും കിടന്ന ഒരു തലമുറയായിരുന്നു നമ്മൾ. എന്നാൽ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. മനോഹരമായ ദേവാലയങ്ങൾ വലിയവനായ ദൈവം നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി. നമ്മേക്കാൾ ബുദ്ധിയുള്ള തലമുറയെ ദൈവം നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി. ഓരോ ഭവനങ്ങളും എടുത്ത് ചിന്തിച്ചു നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാളും ബുദ്ധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു തലമുറയുടെ കണ്ണുനീരാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം നൽകിയ ഉപകാരങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ സാക്ഷീകരിക്കുവാൻ നാം എഴുന്നേൽക്കുമ്പോൾ കർത്താവിനെ മുറുകെ പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളുടെ കാന്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം 10 കന്യകമാരുടെ കഥ നമുക്കറിയാം. വിളക്കിൽ എണ്ണ ഏന്തിക്കൊണ്ട് തങ്ങളുടെ ആ ദീപം അണഞ്ഞു പോകാതെ ദൈവസന്നിധിയിൽ തൻ്റെ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ മണവാട്ടിയായി ജീവിക്കുവാൻ വലിയവനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനവേദഭാഗത്തിൽ നിന്നും വിരമിക്കുന്നു. എനിക്ക് അവസരം തന്ന മരമൺ ഭദ്രാസന മാസയോഗം സെക്രട്ടറി സാറിനോടും അതുപോലെ തന്നെ നമ്മുടെ വൈദിക സെക്രട്ടറിയോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അർപ്പിക്കപ്പെട്ട വഴിപാടിനായിട്ട് മാസ്റ്റർ സെക്രട്ടറി PC പൗലോസ് സാർ പ്രാർത്ഥിക്കും. അൻപുള്ള കർത്താവേ, പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, കർത്താവേ, ഈ മാസയോഗത്തിന്റെ അനുഗ്രഹത്തിനായും കർത്താവേ ഈ സഭയുടെ നിർമ്മാണത്തിനായും ദൈവമേ കർത്താവേ നിന്റെ പ്രിയ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ദാനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. രക്ഷകനായിരിക്കുന്ന ദൈവമേ കർത്താവേ, നീട്ടിയ കരങ്ങളെ അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിഞ്ഞേളവ് അവരുടെ മടിയിൽ കൊടുക്കുമെന്ന് അരുളി ചെയ്ത പൊന്നുതമ്പുരാൻ ദൈവമേ കർത്താവേ, നിന്റെ ആലയത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിന്റെ വേലയ്ക്കായി സമർപ്പിച്ച് അവരുടെ ഭവനത്തിൽ എത്തുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിച്ച് ആമേൻ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. ഇപ്പോൾ തോമസ് ജോണച്ചൻ പ്രാർത്ഥിച്ച് കോറപ്പിസ്കോപ്പ ആശീർവാദം പറയും. ഞങ്ങളെ അളവിലധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേ, ഈ മാസം ഞങ്ങൾക്ക് ഭദ്രാസന മാസയോഗം കരുവാറ്റ സഭയിൽ വെച്ച് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു. ഈ സഭയും അതിൻ്റെ എല്ലാ നിർമ്മാണ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും
വൈദികരെയും സഭാ ശുശ്രൂഷകരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇത്രത്തോളം ഞങ്ങളെ കൃപയിൽ നടത്തിയല്ലോ. മാസോത്തനവിധി നടത്തപ്പെട്ട എല്ലാ ചടങ്ങുകളും അനുഗ്രഹകരമായിരിക്കാൻ സ്വർഗം ഇടയാക്കിയതോർത്ത് സ്തോത്രം. ഞങ്ങളിപ്പോൾ നാഥ പിരിഞ്ഞ് സ്വഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. മടക്കയാത്രയിൽ കൂടെയിരിക്കണം, എല്ലാ നന്മകളും നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നിക്കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമേ. സകലഭൂത്തിയേക്ക് വീണ ദൈവസമാധാനം ദൈവത്തിന്റെയും അവന്റെ പുത്രന്റെ നമ്മുടെ കർത്താവുമായ യേശു മിശിഹായെ കുറിച്ചുള്ള അറിവും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിലെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ വാഴുവനെങ്കിലും സൂക്ഷ്മ പരിപാലനവും കാവലും നാം എല്ലാവരും നമ്മുടെ ആഴ്ചയായും നമ്മുടെ ഭദ്രാസനത്തോടും കടന്നു വന്ന എല്ലാ മക്കളോടും നാം ഓരോരുത്തരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.